Good morning, students. Welcome to Political Science, class 6. Today, we are going to study a remaining part of the lesson, Urban Livelihoods. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കിംഗ് ഓൺ ദ സ്ട്രീറ്റ്സ് ആണ് പഠിച്ചത് അല്ലേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 3 പോയിന്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ടും ഇൻ ദി മാർക്കറ്റ്, ഹർപ്രീത് ആൻഡ് വന്ദന ബിസിനസ് പേഴ്സൺസ്, ഇൻ ദി ഫാക്ടറി വർക്ക്ഷോപ്പ് ഏരിയ. ഈ 3 ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ മെയിനായിട്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വർക്കിംഗ് ഓൺ ദ സ്ട്രീറ്റ് വായിച്ച് നോക്കിയായിരുന്നോ? Livelihoods. There are almost 1 crore street vendors in the country working in urban areas. Street vending was till recently looked upon only as an obstruction to traffic and to people walking. ഇപ്പം നോക്കിയേ, അർബൻ ഏരിയയിൽ ജോലി ചെയ്യുന്ന ഏകദേശം 1 കോടിയോളം ആളുകൾ അടുത്ത് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വഴിയോര കച്ചവടക്കാർ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള തടസ്സമായിട്ടാണ് ആളുകൾക്ക് തോന്നിയിട്ടുള്ളത്. However, with the effort of many organizations, ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വഴിയോര കച്ചവടക്കാർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇറ്റ് ഈസ് നൗ റെക്കഗ്നൈസ്ഡ് ആസ് എ ജനറൽ ബെനിഫിറ്റ് ആൻഡ് ആസ് എ റൈറ്റ് ഓഫ് പീപ്പിൾ ടു ഏൺ ദിയർ ലൈവ്ലിഹുഡ്സ്. The government is thinking about modifying the law that banned street vendors so that they have a place to work and that there is also a free flow of traffic and people. അപ്പോൾ ഈ ഓർഗനൈസേഷൻസ് അതിനുശേഷം ആൾക്കാരുടെ ഒരു ജീവിത മാർഗമാണ് ഇത് എന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ ബാൻ ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. അങ്ങനെയുള്ള സ്ഥലത്തെ അവർക്ക് സെപ്പറേറ്റ് സ്ഥലം കൊടുത്ത് കച്ചവടം നടത്താനുള്ള ലോസ് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. It has also been suggested that mobile vendors should be allowed to move around freely. Hawkers need to be part of committees that are set up to take these and other decisions relating to them. അതുപോലെ തന്നെ ഈ കാർട്ടിലും ഉന്തുവണ്ടിയിലും ഒക്കെ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളില്ലേ, അവരെയൊക്കെ ഫ്രീ ആയിട്ട് വിടുക, അതിനുള്ള സജഷൻസും ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ ഹൗക്കേഴ്സ് അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള കമ്മിറ്റിയുടെ ഭാഗമായിരിക്കണം ഇവർ. എങ്കിൽ മാത്രമേ ഈ ഓർഗനൈസേഷന് ഗവൺമെൻറ്റിനോട് നിയമമൊക്കെ കൊണ്ടുവരണമെന്ന് പറയുവാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇൻ ദി മാർക്കറ്റ്, വെൻ വി റീച്ച് ദ മാർക്കറ്റ് ദ ഷോപ്സ് വെയർ ജസ്റ്റ് ബിഗിനിങ് ടു ഓപ്പൺ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, കുറച്ച് കുട്ടികൾ മാർക്കറ്റിലെത്തി. അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പം കാണുന്നത്. അവർ മാർക്കറ്റിലെത്തി. But the place was already crowded because of the festival season. There was rows and rows of shops selling sweets, toys, clothes, footwear, utensils, electronic goods, etc. There was a dentist clinic also at one end. അപ്പം ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അല്ലേ. കടകളൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മാർക്കറ്റിൽ ധാരാളം കടകളുണ്ട്. ഒരറ്റത്ത് ഒരു ഡെൻ്റൽ ക്ലിനിക്കും ഉണ്ടായിരുന്നു. ഓക്കെ, മൈ കസിൻ ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ഡെൻറ്റിസ്റ്റ്. അപ്പോൾ എൻ്റെ കസിന് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡെൻറ്റിസ്റ്റിൻ്റെ. വി വെൻറ്റ് ദെയർ ഫസ്റ്റ് സോ ദാറ്റ് വി വുഡ് നോട്ട് മിസ് അവർ ടേൺ. വി ഹാഡ് ടു വെയിറ്റ് ഫോർ എ വൈൽ ഇൻ എ റൂം ബിഫോർ ഷീ വാസ് കോൾഡ് ഇൻസൈഡ്. അപ്പം ഡെൻറ്റിസ്റ്റ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ്, അവർ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവരെ അകത്തേക്ക് കയറ്റിയത്. അപ്പം എന്താണ് പറഞ്ഞത്? ദ ഡെൻറ്റിസ്റ്റ് എക്സാമിൻഡ് ഹെയർ ആൻഡ് ആസ്ക്ഡ് ഹെർ ടു കം ബാക്ക് ദ ഫോളോവിങ് ഡേ ടു ഗെറ്റ് എ cavity in her tooth filled. My cousin was scared because she thought the process would be painful and was upset that she had allowed her teeth to go
ടു ബാഡ്. അപ്പോൾ ഈ ടൂത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാനായിട്ട് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഉള്ള പോലെ തന്നെ ഈ കസിനും ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ടൂത്ത് കാവിറ്റിയൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുമോ എന്നൊക്കെ ഒരു പേടി അവൾക്കുണ്ടായിരുന്നു. From the dental clinic, she took me to a new garment showroom because I wanted to buy some ready-made clothes. The showroom had 3 floors. Each floor had different types of clothes. We went to the 3rd floor where clothes for girls were kept. അപ്പം പിന്നെ അവർ ഗാർമെൻറ്റ് ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ ഷോറൂമിൽ ധാരാളം ഒത്തിരി നിലകളുള്ള ഷോറൂമായിരുന്നു. ഇവർ പോയത് 3ാമത്തെ നിലയിലായിരുന്നു. അവിടെയാണ് പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നത്. ഹർപ്രീറ്റ് ആൻഡ് വന്ദന ബിസിനസ് പേഴ്സൺസ് ആണ്. ഹർപ്രീറ്റ് പറയാണ്, മൈ ഫാദർ ആൻഡ് അങ്കിൾ വർക്ക്ഡ് ഇൻ എ സ്മോൾ ഷോപ്പ് ഡ്യൂറിങ് ഫെസ്റ്റിവൽ ടൈംസ് ആൻഡ് വൺ സൺഡേ മൈ മദർ ആൻഡ് ഐ ഹെൽപ്ഡ് ദം ഇൻ ദി ഷോപ്പ്. I started working there only after I completed my college. അപ്പം ഹർപ്രീറ്റിൻ്റെ അച്ഛന് അങ്കിളും കൂടി ഒരു ചെറിയ കട തുടങ്ങിയിരിക്കുന്നു. ഫെസ്റ്റിവൽ സമയമാകുമ്പോഴേക്കും സൺഡേയിലുമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് അമ്മയും വന്ന് സഹായിക്കാറുണ്ട്. അവൻ്റെ കോളേജിലെ സമയം കഴിഞ്ഞിട്ടാണ് ഇവന് അവിടെ ചെല്ലുന്നത്. ഇനി വന്ദന പറയുന്ന കാര്യം നോക്കിയേ. വി ഓപ്പൺഡ് ദിസ് ഷോറൂം സം ഇയേഴ്സ് എഗോ. കുറച്ച് നാളായിട്ടാണ് കട തുടങ്ങിയത്. I am a dress designer. Our business has changed. These days, people prefer to buy ready-made clothes rather than have them stitched. The trend these days is for ready-made garments. You also need an attractive display for them. അപ്പോൾ നോക്കിയേ, ഇത് വന്ദനയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇവർ ഡ്രസ് ഡിസൈനറാണ്. റെഡിമെയ്ഡ് ക്ലോത്ത് വാങ്ങാൻ തുടങ്ങിയ കാലഘട്ടം മുതലാണ് ഇവരുടെ ബിസിനസ്സൊക്കെ നല്ലതായിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇവരുടെ ഷോറൂമിന് വേണ്ടി ഒക്കെ നോക്കിയാൽ ഫോർ അവർ ഷോറൂം വി ബൈ തിങ്സ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. വി ബൈ മോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം മുംബൈ, അഹമ്മദാബാദ്, ലുധിയാന ആൻഡ് ത്രിപുര. സം മെറ്റീരിയൽസ് ഓൾസോ കം ഫ്രം നോയിഡ ആൻഡ് ഗർഡൻ towns near Delhi. We get some dress items from foreign countries too. അപ്പം ഇവരുടെ ഷോറൂമിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണെന്ന് നോക്കിയേ, മുംബൈ, അഹമ്മദാബാദ്, ഡൽഹിക്ക് അടുത്തുള്ള നോയിഡ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഇവർ സാധനങ്ങൾ വാങ്ങാറുണ്ട്. There are several things we need to do to run this showroom properly. ഇങ്ങനെ ഷോറൂം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്താണെന്ന് നോക്കിയാൽ വി അഡ്വർടൈസ് ഇൻ വേരിയസ് ന്യൂസ് പേപ്പേഴ്സ്, സിനിമ തിയേറ്റേഴ്സ്, ടെലിവിഷൻസ് ആൻഡ് റേഡിയോ ചാനൽസ്. അപ്പോൾ അവരതിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. കറൻ്റ്ലി ദിസ് ബിൽഡിംഗ് ഈസ് റെൻറ്റഡ് ബട്ട് സൂൺ വി പ്ലാൻ ടു ബൈ ഇറ്റ്. Ever since this market has become the main market for people living in the surrounding apartments, our business are grown. അപ്പോൾ നോക്കി, കുറച്ച് നാൾ മുമ്പ് ഇവർ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ പൈസയൊക്കെ ആയി ഈ കട വാങ്ങിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ഓക്കെ. Ever since this market has become the main market for people living in the surrounding apartments, our business has grown. We have been able to buy a car and book a flat in an apartment complex nearby. അപ്പം ഇങ്ങനെ കൂടുതൽ ഇപ്പോൾ ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ മാർക്കറ്റിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ കൂടുതൽ ആളുകൾ വന്നപ്പം അവരുടെ ബിസിനസ്സൊക്കെ ഭയങ്കര ഡെവലപ്മെൻ്റായി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാശൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് അവർ കാറൊക്കെ വാങ്ങിച്ചു, സ്വന്തമായിട്ട് കാറൊക്കെ വാങ്ങിച്ചു. Like Harpreet and Vandana, there are many people who own shops in various markets of the city. ഇപ്പോൾ ഇവരെ പോലെ ഒരുപാട് ആളുകളുമുണ്ട് സിറ്റിയിൽ അല്ലേ. These shops may be small or large and they sell different things. ഇപ്പോൾ ധാരാളം കടകളുണ്ട് മാർക്കറ്റിൽ അല്ലേ. ചിലപ്പോൾ ചെറുതോ വലുതോ ഒക്കെ ആയിട്ട് ഉള്ള ധാരാളം കടകളുണ്ട്. മോസ്റ്റ് ബിസിനസ് പേഴ്സൺസ് മാനേജ് ദെയർ ഓൺ ഷോപ്സ് ഓർ ബിസിനസ്. ചിലപ്പം ചിലർക്ക് സ്വന്തമായിട്ട് ഉള്ള ഷോപ്പായിരിക്കും ഉണ്ടായിരുന്നത്. ദേ ആർ നോട്ട് എംപ്ലോയിഡ് ബൈ എനി വൺ. അപ്പം
ബട്ട് ദേ ഡു എംപ്ലോയ് എ നമ്പർ ഓഫ് അതർ വർക്കേഴ്സ് ആസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ്. അപ്പോൾ ഇവർ സ്വന്തമായിട്ടാണ് കട നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് പക്ഷേ കുറച്ച് പല ആളുകളെയൊക്കെ ജോലിക്ക് നിർത്താറുണ്ട്, അതായത് സൂപ്പർവൈസറെയും ഹെൽപ്പറെയും ഒക്കെ. ഓക്കെ, ദീസ് ആർ പെർമനൻറ്റ് ഷോപ്സ് ദാറ്റ് ആർ ഗിവൺ എ ലൈസൻസ് ടു ഡു ബിസിനസ് ബൈ ദി മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പം ഇവർക്ക് ഇതിന് വേണ്ടിയിട്ട് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ലൈസൻസ് വേണം. ഓക്കെ, ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓൾസോ ഡിസൈഡ്സ് ഓൺ വിച്ച് ഡേ ഓഫ് ദ വീക്ക് ദ മാർക്കറ്റ് ഹാസ് ടു റിമൈൻ ക്ലോസ്ഡ്. അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനിക്കണം. അപ്പോൾ ഒരു ദിവസം കട അടച്ചിടുക, അതായത് ഈ ഫുൾ മാർക്കറ്റ് അടച്ചിടാറുണ്ട്. അതിപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനിക്കുക എന്നാണ് എന്നുള്ളത്. ഓക്കെ, എക്സാമ്പിൾ, ഇത് ഷോപ്സ് ഇൻ ദി എബോ മാർക്കറ്റ് ആർ ക്ലോസ്ഡ് ഓൺ വെനസ്ഡേ. ഇവിടുത്തെ ഷോപ്പ് അടയ്ക്കുന്ന എന്നാണ്? വെനസ്ഡേയിലാണ്. അതുപോലെ തന്നെ ദ മാർക്കറ്റ് ഓൾസോ ഹാസ് എ സ്മോൾ ഓഫീസേഴ്സ് ആൻഡ് ഷോപ്സ് ദാറ്റ് പ്രൊവൈഡ് സർവീസസ് സച്ച് ആസ് ബാങ്ക്സ്, കൊറിയർ സർവീസസ് ആൻഡ് അതേഴ്സ്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഓഫീസുകളും ഷോപ്പുകളുമൊക്കെ മാർക്കറ്റിൽ ഉണ്ട്. ഓക്കെ.